ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നും 4 പേര് ഔട്ടായിരിക്കുകയാണ്. 32 പേരിൽ നിന്ന് 28 പേരിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാ ദിവസവും ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയോ എന്താണ് നടക്കാൻ പോകണമെന്ന് അറിയില്ല. എന്തായാലും 4 പേര് വെച്ച് കൊഴിയാണ്. ഈ കൊഴിയുന്ന ആൾക്കാരൊക്കെ ഡിസർവിങ് ആണോ? ഇവർ സേഫ് ആക്കിയ ആൾക്കാരെല്ലാം ശരിക്കും സേഫ് ആക്കേണ്ട ആൾക്കാരാണ്. നമുക്ക് ചിലപ്പോൾ തോന്നും, അയ്യോ ഇവർ ഈ സേഫാക്കിയ ആൾക്കാരൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഈവൻ ഔട്ടായ ആൾക്കാരെയൊക്കെ നമ്മൾ പിന്നെയും എന്തെങ്കിലും പേരെങ്കിലും അറിയാം അവരുടെയൊക്കെ. ഇതിപ്പോൾ പേര് പോലും അറിയാത്ത ആൾക്കാരെയാണ് സേഫ് ആക്കിയിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, നമുക്ക് എന്തായിരുന്നാലും ആരൊക്കെയാണ് ഔട്ടായെന്ന് നോക്കാം. 4 പേരാണ് ഇന്ന് ഔട്ടായത്. ഇവർ കുറച്ച് പേരെ 6 പേരെ ഇവർ സേഫ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ബിഗ് ബോസിൽ കളിച്ച ഒരു ടാസ്ക് വെച്ചിട്ടാണ് ഇന്ന് ഈ എവിക്ഷൻ നടന്നേക്കുന്നത്. 3 പേർ ഈ ഇൻഫിനിറ്റി പെൻഡൻ ഉള്ള ആൾക്കാർ ഇതിനകത്തൊരു ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ സ്ട്രാറ്റജി വർക്കായില്ല. ആ 2 പേരും അതായത് അവരിട്ട 2 പേരെയും ജഡ്ജസ് സേഫാക്കി. നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അഗ്നിപരീക്ഷ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ 5ാമത്തെ എപ്പിസോഡിനകത്ത് ഇതാ കണ്ടില്ലേ 4 പേര് എവിക്റ്റ് ആയിരിക്കുകയാണ്. ഷാനോ, സ്റ്റെനിയ, നന്ദകിഷോർ, വർഷ, ഈ 4 പേരാണ് എവിക്റ്റ് ആയിട്ടുള്ളത്. ടോട്ടൽ 10 പേരെയാണ് ഡേഞ്ചർ സോണിലിട്ടത്. ടാസ്ക് കളിച്ചിട്ട് ഡേഞ്ചർ സോണിൽ കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇവർ എടുത്തിടുന്നത്. അതായത് ഓരോ ടീമായിട്ട് 4 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ 4 ടീമുകളും 2 ടീം വെച്ചിട്ട് ടാസ്കുകൾ നടത്തി. അവർ തമ്മിൽ ടാസ്ക്കാണ് നടത്തിയത്. നമ്മുടെ ബിഗ് ബോസിൽ ഓൾറെഡി നടന്നു സീസൺ 7. അതായത് ഒരു ഭക്ഷണം കഴിച്ചു നോക്കുക, എന്നിട്ട് നമ്മുടെ മുഖത്തെ ആക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ വെച്ചിട്ട് ഓപ്പോസിറ്റുള്ള ആൾക്കാർ ഗസ് ചെയ്യണം ആണോ ആണോ. ഇത് സംഭവമാണ്. ഇതാണ് ടാസ്ക് ആയിരുന്നത്. സോ ഇവിടെ അങ്ങനത്തെ നല്ല എന്താണ് ആവേശോജ്വലമായ മത്സരമായിരുന്നു. ഇതിങ്ങനെ നല്ല രീതിയിൽ അതായത് ടൈ ബ്രേക്കറൊക്കെ ഉണ്ടായിരുന്ന ഒരു മത്സരമാണ്. നിർണായകമായ ടൈ ബ്രേക്കറൊക്കെ നടന്നതാണ്. അപ്പോൾ എന്നിട്ട് ആ ടൈ ബ്രേക്കറിൽ കൊണ്ടിട്ട ആളെ വരെ ഇവർ ഡേഞ്ചർ സോണിൽ എടുത്തിട്ടു കണ്ടസ്റ്റൻസ്. കാര്യം അവർ കാരണമാണ് അവർ തോറ്റുപോയത്. അതുകൊണ്ട് ഡേഞ്ചർ സോണിലിട്ടു. പ്രണവ് കാരണമാണ് ആ ടീം തോറ്റുപോയത്. പ്രണവും ഡേഞ്ചർ സോണിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രണവിനെ ജഡ്ജസ് രക്ഷപ്പെടുത്തി. പിന്നെ ഇൻഫിനിറ്റി പെൻഡനുള്ള ആൾക്കാർക്ക് പവർ കൊടുത്തായിരുന്നു 2 പേരെ ഡേഞ്ചർ സോണിൽ ഇടാനുള്ളത്. അവർ ജയിച്ച ടീമിൽ നിന്ന് തന്നെ 2 പേരെ ഡേഞ്ചർ സോണിൽ, ജയിച്ച ടീമിൽ നിന്നല്ല 2 പേര് ഷിബിനെയും ഷിജിനെയും ഡേഞ്ചർ സോണിലിട്ട് അങ്ങനെ 10 പേര് ടോട്ടൽ ഡേഞ്ചർ സോണിൽ വന്നു. പക്ഷേ ഷിബിനെയും ഷിജിനെയും ജഡ്ജസ് രക്ഷപ്പെടുത്തി. അപ്പം ഇവർ ഡേഞ്ചർ സോണിൽ കൊണ്ടിടും. ഇവരുടെ സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് കണ്ടസ്റ്റൻസിന് കളിക്കാം. ഡേഞ്ചർ സോണിൽ കൊണ്ടിട്ടിട്ട് അവരെ ഔട്ടാക്കിക്കാം. പക്ഷേ ഫൈനലായിട്ട് ഔട്ടാക്കുന്നത് അത് ജഡ്ജസ് ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മുടെ ഷാനോ, സ്റ്റിനിയ, നന്ദകിഷോർ, വർഷ. അപ്പോൾ ഇതിനകത്ത് അവർ സേഫാക്കിയ കണ്ടസ്റ്റൻസ് ജെറ്റീനെ അവർ സേഫാക്കി, സോനേനെ അവർ സേഫാക്കി, സോനേനെ അവർ ഇന്നലെ സേഫാക്കി, ഇന്ന് സേഫാക്കി. അപ്പം നമുക്ക് തോന്നും ചിലവരുടെയൊക്കെ കണ്ടിട്ട് ഇത്രമാത്രം അവർ ഭയങ്കര ഗെയിമേഴ്സ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഔട്ടായവരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഇന്നായ ആൾക്കാർ ഇത്രയും നല്ല ഗെയിമേഴ്സ് ആണോ. അപ്പോൾ സോനേനെ അവർ സേഫാക്കി, ഷിജിനെ അവർ സേഫാക്കി, ഷാമോനെ അവർ സേഫാക്കി, പ്രണവിനെ അവർ സേഫാക്കി, ഷിബിനേനെ അവർ ബ്രൗൺ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് റിയാസ് പറഞ്ഞില്ലേ, പുള്ളിക്കാരിനെ സേഫാക്കി, ഷിജിനെ ഇത്ര 6 പേരെ അവർ സേഫാക്കിയിരിക്കുകയാണ്. സോ മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നടന്നത്. നമുക്ക് ഇതിനകത്ത് പല വിധത്തിലുള്ള സ്ട്രാറ്റജീസൊക്കെ നടന്നു. ജഡ്ജസിൻ്റെ ഗെയിം കളിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് നടന്നെന്നുള്ളത്. എപ്പിസോഡ് 5 റെനീഷ വരുന്നു. ഓരോ ദിവസവും വെല്ലുവിളി നിറഞ്ഞതായിരിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ബാക്കിയുള്ള 32 കണ്ടസ്റ്റൻസിനെ അവിടെ വെൽക്കം ചെയ്യുന്നു. റിയാസ് പറയുന്നുണ്ട് ഇന്ന് കുറേ പേർ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകും. അപ്പോൾ രഞ്ജിനി പറയുന്നത് വി ആർ ലുക്കിംഗ് ഫോർ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എന്നാണ്. പക്ഷേ എനിക്കറിയില്ല ബെസ്റ്റുകളൊക്കെ പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അഖിൽ പറയുന്നുണ്ട് പൂരം കത്തിക്കയറുന്നതിന് മുന്നേ ഉള്ളൊരു വെടിക്കെട്ടാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതായത് എല്ലാവരെയും ഇങ്ങനെ തുരുതുര ഔട്ടാക്കാൻ പോകുന്നതാണ് പറയുന്നത്. ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയ 4 പേര് പവർ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. പവർ വേണം, ഇമ്മ്യൂണിറ്റി പവർ വേണം അപ്പം പറയുന്നുണ്ട്. ഈ ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയ 4 പേര്. അപ്പോൾ അവർ ചോദിക്കുന്നത് പേടിയുണ്ടോ? ആ പേടി ഉണ്ട്, ഔട്ടാവും എന്നുള്ള കാര്യം. ആർക്ക് വേണം ഔട്ടാവാമല്ലോ. അപ്പോൾ റെനീഷ 4 ക്യാപ്റ്റൻസ് നിങ്ങളെ 4 ഈ ഇൻഫിനിറ്റി പെൻഡിലുള്ളവരെ 4 പേരെ ക്യാപ്റ്റൻസ് ആക്കാം എന്ന് പറയുന്നുണ്ട്. സ്വന്തമായി ടീം അവർ തന്നെ സെലക്ട് ചെയ്യാൻ ജഡ്ജസ് അല്ലേ ഇപ്രാവശ്യം സെലക്ട് ചെയ്യുന്നത്. ഈ ക്യാപ്റ്റന്മാരാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ അവർ ടീം ഡിവൈഡ് ചെയ്യുന്നു. ടാസ്ക് കൊടുക്കുന്നു. ടാസ്ക്കാണ് 8 പേര്. അതായത് രഞ്ജിനിയോട് ചോദിക്കേണ്ടത് എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ടാസ്ക്, ഇന്നലത്തെ പെർഫോമൻസ്. അപ്പോൾ രഞ്ജിനി പറഞ്ഞു ഇടയ്ക്കൊക്കെ ഒരു ഡോസ് കൊടുക്കുന്നത് നല്ലതാണ്. കാര്യം കുറച്ച് പേര് നന്നായിട്ട് കളിക്കുന്നുണ്ട്, കുറച്ച് പേര് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി കാണിക്കുന്നുണ്ട്, കുറച്ച് പേര് മാറിയിരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും നമ്മളെല്ലാം നോക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓരോ കാര്യവും ബെസ്റ്റായി ചെയ്യുക, റിയലായി ചെയ്യുക, റിയൽ അല്ലാത്തവരെ നമ്മൾ പുറത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഖില് പറയുന്നത് ടാസ്കിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ധൈര്യമായി ഇറങ്ങി കളിക്കാനാണ് പറയുന്നത്. റിയാസ് പറയുന്നു അവരവരുടെ സ്കില്ല് ബെസ്റ്റായിട്ട് എവിടെയാണ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഇറങ്ങി കളിക്കാൻ നോക്കുക.
ഓക്കെ, ഞാനും നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ കയറിയാൽ നിങ്ങളുടെ ലൈഫ് മാറും, ഞാനും ഒരു കോമണർ ആയിരുന്നു എന്ന് റിയാസ് പറയുന്നുണ്ട്. എം ഓർ യക് ടാസ്ക് ആണ്. 8 ഫുഡ് ഐറ്റംസ് മുമ്പിൽ നിരത്തി നിർത്തും ഒരു ടീമിൻ്റെ മുന്നിൽ. എന്നിട്ട് ഒരു ടീമിൽ നിന്ന് ഓരോരുത്തർ വന്നിട്ട് ഓരോ ഇതും ടേസ്റ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമുകാർ ഇത് എം ആണോ യക് ആണോ എന്ന് പറയണം. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, ബിഗ് ബോസിലുണ്ടായിരുന്നതാണ്, 7-ലുണ്ടായിരുന്ന എക്സ്പ്രഷൻ വെച്ചിട്ട്. ഓക്കെ, അങ്ങനെ ഓരോരുത്തർക്ക് അപ്പുറത്തുള്ളവർ കറക്റ്റായിട്ട് പറഞ്ഞാൽ 1 പോയിന്റ്, കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇപ്പുറത്തുള്ളവർക്ക് 1 പോയിന്റ്. അങ്ങനെ ഡൈസ് ഇട്ടിട്ട് ഡൈസ് ഒക്കെ പൊട്ടിപ്പോവുകയാണ്. ഡൈസ് ഇട്ട് തീരുമാനിക്കുന്നു ഏതൊക്കെ തമ്മിൽ ടീം ഏറ്റുമുട്ടുന്നുള്ളത്. സോ ഷിജുവിൻ്റെ ടീം ബിയും ഷിഞ്ചിത്തിൻ്റെ ടീം ഡിയും കൂടെയാണ് ഏറ്റുമുട്ടുന്നത്. ഓക്കെ, 8 പേർക്കുള്ള ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഒരു രാകേഷാണ് വരുന്നത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രാകേഷിൻ്റെ അടുത്ത് പറയുന്നത് സ്പൂൺ എടുക്കുക. അപ്പോൾ സ്പൂണൊന്നും എടുക്കുന്നില്ല, ഞാൻ എങ്ങനെ വേണം ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. സോ രാകേഷ് അവിടെ മെഴുകുതിരി ജ്യൂസ് പോലെയുണ്ട് എന്നൊക്കെ പറയുന്നത് കുടിക്കുന്നു. യക്കാണെന്ന് ഓപ്പോസിറ്റുള്ള ആൾ പറയുന്നു, പക്ഷേ എം ആയിരുന്നു. അങ്ങനെ രാകേഷിൻ്റെ ടീമിന് ടീം ബിക്ക് 1 പോയിന്റ്. അടുത്ത ആൾ വരുന്നു, എനിക്ക് പേരറിയത്തില്ല, ദേവി ഇത് ക്ഷമിക്കുക, എനിക്ക് അറിയാമെന്നുള്ള പേരൊക്കെ ഞാൻ പറയുന്നുണ്ട്. അടുത്ത ടീം വരുന്നു, യക്കാണെന്ന് പറയുന്നത്, പക്ഷേ എം ആയിരുന്നു. അങ്ങനെ ടീം ബിക്ക് പിന്നെയും പോയിന്റ്. ലോലിറ്റ വരുന്നു, എം ആയിരുന്നു, ടീം ഡിക്ക് ഓപ്പോസിറ്റിന് 1 പോയിന്റ് കിട്ടുന്നു. ജിം ട്രെയിനർ വരുന്നു, യക്കായിരുന്നു, യക്ക് തന്നെയാണ് പറയുന്നത്, ടീം ഡിക്ക് ഓപ്പോസിറ്റ് ടീമിന് 1 പോയിന്റ്. ഷിജു വരുന്നു, കഞ്ഞിയെന്ന് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്, കുടിക്കുന്ന പോലെ കാണിക്കുന്നു. ബട്ട് കാണുമ്പോഴേ അറിയാം അത് യക്കാണെന്നുള്ളത്. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു യക്കാണെന്നുള്ളത്. പക്ഷേ അവിടെ ഷിഞ്ചിത്ത് എം എന്ന് പറയുന്നു, എം എന്ന് പറയുന്നു, പക്ഷേ യക്കായിരുന്നു. അങ്ങനെ ടീം ബിക്ക് 1 പോയിന്റ്. അങ്ങനെ കേക്ക്, ഒരു മഫിൻ പോലത്തെ സംഭവമാണ്, സ്വീറ്റ് പോലെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്, പക്ഷേ എം ആയിരുന്നു, എം തന്നെയായിരുന്നു ആൻസറും. സോ ടീം ഡിക്ക് 1 പോയിന്റ്. അവസാനം പൂജ, നമ്മുടെ ഫസ്റ്റ് പൂജ, മറ്റേ പൂജ പോയല്ലോ, റസ്ഗുളയായിരുന്നു, പക്ഷെ അത് യക്കായിരുന്നു, അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ടീം ഡിക്ക് 1 പോയിന്റ്. ലാസ്റ്റ് അഫിനിയാസ് വരുന്നു, ബർഗർ കഴിക്കുന്നു, എം ആണെന്ന് പറയുന്നു, പക്ഷേ യക്കായിരുന്നു. അങ്ങനെ അഫിനിയാസിൻ്റെ ടീമിന് പിന്നെ 1 പോയിന്റ്. അങ്ങനെ 4-4 ടൈ വരുന്നുണ്ട്. സോ സ്വാപ്പ് ചെയ്യാണ്. ഇനി അവർ വരും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം പാർവതി വരുന്നു, മഫിൻ കഴിക്കുന്നു, യക്കാണെന്ന് പറയുന്നു, പക്ഷെ അത് എം ആയിരുന്നു, ടീം ഡിക്ക് 1 പോയിന്റ്. നിർവികാരമായിട്ട് അടുത്ത ആൾ കഴിക്കുന്നു, എം ആയിരുന്നു, എം ആണെന്ന് പറയുന്നു, യക്കായിരുന്നു, പക്ഷേ ടീം ഡിക്ക് പിന്നെ 1 പോയിന്റ്. ശ്യാം വരുന്നു, നിർവികാരമായി കഴിക്കുന്നു, യക്കാണെന്ന് പറയുന്നു, യക്ക് തന്നെയായിരുന്നു, ടീം ബിക്ക് പിന്നെ 1 പോയിന്റ്. ലാസ്റ്റ് യക്ക് കഴിക്കുന്നു, യക്കാണെന്ന് പറയുന്നത് യക്ക് തന്നെയാണ്. അങ്ങനെ പിന്നെയും 2 പേർക്കും ഒരേ പോയിന്റ്, 6-6. അങ്ങനെ നന്ദകിഷോർ വരുന്നു, യക്കാണെന്ന് പറയുന്നു, എം ആയിരുന്നു. അങ്ങനെ ടീം ഡിക്ക് പിന്നെ 1 പോയിന്റ്. സോ അവസാനം ജെറ്റി വരുന്നു, യക്കെന്ന് പറയുന്നു, ടീം ബിക്ക് പിന്നെയും പോയിന്റ്. അങ്ങനെ ടീം ബി ലീഡ് ചെയ്യുകയാണ്. ലാസ്റ്റ് വൺ ഷിഞ്ചിത്ത് വന്നിട്ട് എം ആണെന്ന് പറയുന്നു, ടീം ബി അവിടെ ജയിച്ചു. അങ്ങനെ ടീം ബി 9 പോയിന്റോടുകൂടി ജയിച്ചു. ടീം ഡി 7 പോയിന്റ്സ് നേടാൻ സാധിച്ചുള്ളൂ. അടുത്തത് ഇൻഫിനിറ്റി പെൻഡൻ, അതായത് അവിടുത്തെ ആ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഷിജു. ഭയങ്കര ആഹ്ലാദ പ്രകടനമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവരെ പെൻഡൻ പൊട്ടിപ്പോകും. അപ്പോൾ ഷിജുവിനോട് അഖിൽ പറയാണ്, ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനി പെൻഡൻ പൊട്ടിക്കഴിഞ്ഞാൽ പവർ പോവും, നിങ്ങൾക്ക് തന്ന പെൻഡൻ സൂക്ഷിക്കണം. റിയാസ് പറയാണ്, ഈ തോറ്റ ടീമുണ്ടല്ലോ, തോറ്റ ടീമിൽ മെൻ്റലിസ്റ്റ് ഉണ്ട്. ഈ മെൻ്റലിസ്റ്റിൻ്റെ അടുത്ത് നന്ദകിഷോറാണെന്ന് തോന്നുന്നു, മെൻ്റലിസ്റ്റിൻ്റെ അടുത്ത് നന്ദകിഷോറാണോ ഷാരോണാണോ, എല്ലാവരും ഈ മെൻ്റലിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകണം. എന്തിനാണ് മെൻ്റലിസ്റ്റ് പറഞ്ഞ രണ്ട് പ്രാവശ്യം മെൻ്റലിസ്റ്റ് പറഞ്ഞു തന്നതും തെറ്റാണ്. ഷാനോ എന്നാന്ന് തോന്നുന്നു, 2 പ്രാവശ്യം പറഞ്ഞു തന്നതും തെറ്റായിരുന്നു. പിന്നെ എന്തിനാണ് ഈ അതോ നന്ദകിഷോറായിരുന്നു കേട്ടോ, നന്ദകിഷോർ. എന്നിട്ട് പിന്നെയും അവരെടുത്ത് പോകുന്നതിനാണ് ഈ ജഡ്ജസ് ഓരോരുത്തരുടെ പേരിട്ട് കൊടുക്കും. കാര്യം അതൊരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടുമ്പോഴത്തേക്കും ഈ വേസ്റ്റ് പെർഫോമൻസ് പറയുമ്പോഴത്തേക്കും ഇവർ ഈ പേരങ്ങ് എടുത്തിടും. മനസ്സിലായോ? എനിക്കത് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതൊരു സൈക്കോളജിക്കൽ മൂവായിട്ടും എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് ഈ നന്ദകിഷോറിൻ്റെ അടുത്തേക്ക് എപ്പോഴും പോകുന്നത്? പുള്ളിക്കാരൻ പറഞ്ഞ 2 കാര്യവും തെറ്റായിരുന്നു. പിന്നെ എല്ലാവരും മെൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ വേസ്റ്റ് പെർഫോമറിനെ പറയുന്നു ഈ തോറ്റ ടീമിനോട്. സോ അങ്ങനെ ജയിച്ച ടീം പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ തോറ്റ ടീമിനോട് പറയാൻ പറയുന്നു. അങ്ങനെ അവർ ജെറ്റി, സോന, ഷാനോ ആൻഡ് നന്ദകിഷോറിൻ്റെ പേരും കൂടെ അങ്ങനെ വരുന്നു. വന്നത് കണ്ടോ? ഓക്കെ, ഇനി അടുത്ത് ടീം എയും വേഴ്സസ് ടീം സി. അതിനകത്ത് എൽഡോ വരുന്നു, ഒറ്റ വലിക്ക് കുടിക്കുകയാണ്, ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിൽക്കുന്നു, യക്കെന്ന് പറയുന്നു, പക്ഷേ എം ആയിരുന്നു, ടീം എക്ക് പോയിന്റ്. റേബിൻ വരുന്നു, യക്കാണെന്ന് പറയുന്നു, എം ആയിരുന്നു, ടീം എക്ക് പിന്നെയും പോയിന്റ്. പിന്നെയും ആസ്വദിച്ച് കഴിക്കുന്നു, യക്കാന്ന് പറയുന്നു, പക്ഷേ എം ആയിരുന്നു, ടീം സിക്കാണ് പോയിന്റ് കിട്ടുന്നത്. സുന്ദരി, നമ്മുടെ ബ്രൗൺ സുന്ദരി വരുന്നുണ്ട്, എം ആയിരുന്നു, പക്ഷേ യക്കാന്ന് പറയുന്നു, എം ആണെന്ന് പറയുന്നു, യക്കായിരുന്നു, പക്ഷേ ടീം എക്ക് പിന്നെയും 1 പോയിന്റ്. സോ അങ്ങനെ ടീം എ ആണ് ഇവിടെ ലീഡ് ചെയ്യുന്നത്. അടുത്ത ആൾ വരുന്നു, എം ആണെന്ന് പറയുന്നു,
പക്ഷേ യക്കായിരുന്നു ടീം എക്ക് പിന്നെയും ഒരു പോയിന്റ്. അങ്ങനെ ടീം എ ഭയങ്കരമായിട്ട് ലീഡ് ചെയ്യാണ് കേട്ടോ. 6 പോയിന്റോടുകൂടി ടീം എ ലീഡ് ചെയ്യാണ്. ടീം സിക്ക് 2 പോയിന്റേ ഉള്ളൂ. അടുത്ത് സ്വാപ്പ് വരുമ്പോഴത്തേക്കും ടീം സി നേരെ തിരിച്ച് ഈ പോയിന്റുകളൊക്കെ തിരിച്ചെടുക്കുകയാണ്. അതായത് ആദ്യം രചന വരുന്നുണ്ട്, ക്യാപ്റ്റൻ തന്നെ യക്കാണെന്ന് പറയുന്നു, പക്ഷേ ടീം എ ജയിക്കുന്നു. പിന്നെ അടുത്ത് എം ആണെന്ന് പറയുന്നു, പക്ഷേ യക്കായിരുന്നു. പിന്നെയും ടീം സിക്ക് അവിടെ പോയിന്റ് കിട്ടുന്നു. പിന്നെ ടീം സി അവിടെ സ്കോർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അവർ സമമാവുന്നു. 7-7 ആവുന്നു, 7-7 ആവുന്നു. എവിടെ കിടന്ന ടീം സി ആണ്. അങ്ങനെ അവർ എക്കൊപ്പം എത്തുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് താഷി വരുന്നു. താഷി വരുന്നപ്പോൾ യക്കാണെന്ന് പറയുന്നു, എം ആയിരുന്നു. പിന്നെയും ടൈ വരുന്നു, 8-8. അവസാനം ടൈ ബ്രേക്കർ വെക്കുന്നു. 2 ക്യാപ്റ്റന്മാരോടും ഓരോരുത്തരെ വിടാൻ പറയുന്നു. അതായത് എന്തിലേക്ക് ഊരാക്കുടുക്ക്, നമ്മുടെ ഊരാക്കുടുക്കില്ലേ, ഒരു കയറിട്ടിട്ട് കുടുക്കിടുക, കുടുക്ക് മാക്സിമം ഇട്ടിട്ട് കുടുക്ക് ഊരിപ്പിക്കുക, അതാണ് ഊരാക്കുടുക്ക്. അപ്പം ഒരു ടീമിൽ നിന്ന് പ്രണവ് എടുക്കുന്നു, അടുത്ത ടീമിൽ നിന്ന് വൈശാഖ് വരുന്നു. അങ്ങനെ ഊരാക്കുടുക്ക് ഇവർ ഈ ഒരു കയർ കൊടുക്കുന്നു 2 പേർക്കും. അങ്ങനെ ഇവർ കുടുക്കിടുകയാണ്. എന്നിട്ട് ഇവർ അതിനെ എക്സ്ചേഞ്ച് ചെയ്യും. എന്നിട്ട് കുടുക്ക് ഊരണം. ഏറ്റവും പെട്ടെന്ന് കുടുക്ക് ഊരുന്ന ടീമാണ് വിജയിക്കുന്നത്. അപ്പോൾ ഇവർ തന്നെയാണ് കളിക്കുന്നത്. ഒരു ടീമിൽ നിന്ന് പ്രണവ്, ഒരു ടീമിൽ നിന്ന് വൈശാഖ് നല്ല ഇറുക്കിയാണ് ഇടുന്നത്. ലാസ്റ്റായിരുന്നു പ്രണവ് ഇറുക്കിയിട്ടത്. അങ്ങനെ അവർക്ക് തിരിച്ച് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇത് ഊരാൻ പറയുമ്പോൾ വൈശാഖാണ് ആദ്യം ഊരുന്നത്. അങ്ങനെ പ്രവീണിൻ്റെ ടീം ജയിക്കുന്നു. അങ്ങനെ വേസ്റ്റ് പെർഫോമർ ഈ പ്രണവ് വന്നിട്ടാണല്ലോ ഈ ഊരാക്കുടുക്കിൽ തോപ്പിച്ചത്. സോ അതുകൊണ്ട് പ്രണവിൻ്റെ പേര് പറയുന്നു, വർഷയുടെ പേര് പറയുന്നു, സ്റ്റെനിയയുടെ പേര് പറയുന്നു, ഷാനോമിൻ്റെ പേര് പറയുന്നു. ഇവരൊക്കെ ഡേഞ്ചർ സോണിലാണ്. അങ്ങനെ ടോട്ടലി ഒരു 1 2 3 4 അങ്ങനെ 8 പേര് ഡേഞ്ചർ സോണിൽ വരെയാണ്. പഴയ തോറ്റ ടീമിൻ്റെ ഡേഞ്ചർ സോണിലുള്ളവരും പുതിയ തോറ്റ ടീമിൻ്റെ ഡേഞ്ചർ സോണിലുള്ളവരും എല്ലാവരും കൂടെ നിൽക്കുന്നു. അങ്ങനെ ഇൻഫിനിറ്റി പെൻഡനിൽ ഉള്ളവരെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അതിനകത്ത് ജയിച്ച ടീമിലെ ആൾക്കാരുണ്ടാവുമല്ലോ ഇൻഫിനിറ്റി പെൻഡനുള്ള, അവരെ അവിടെ നിർത്തുന്നു. അവരെ 2 പേർക്കും ഒരു പവർ കൊടുക്കുന്നു. ബാക്കിയുള്ള ടീമിൽ നിന്ന് ഓരോരുത്തരെ ഡേഞ്ചർ സോണിലേക്ക് ഇടാം. അങ്ങനെ ഷിജുലാൽ ഷിബിനേനെ ഇടുന്നു, പ്രവീണ് ഷിഞ്ചിനെ ഇടുന്നു ഡേഞ്ചർ സോണിലേക്ക്. അങ്ങനെ 10 പേര് ഡേഞ്ചർ സോണിൽ വരെയാണ്. ഇനി ഇവരെല്ലാവരെയും റിബൺ പിടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ 10 പേരിൽ നിന്ന് ജഡ്ജസ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വരെയാണ്. ബാക്കി സേഫ് ആക്കാത്ത ആൾക്കാരൊക്കെ ഔട്ടാണ്. സോ റിബൺ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. റിബൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ സേഫാണ്. ആദ്യം വരുന്നത് രഞ്ജിനിയാണ് സ്റ്റേജിലേക്ക്. രഞ്ജിനി വരുന്നു. ആദ്യം തന്നെ ജെറ്റീനെ സേഫാക്കുന്നു. അത് കഴിഞ്ഞ് സോനേനെ സേഫാക്കുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ, അവിടെ കുറച്ചും കൂടെ സോനയെക്കാട്ടിയും കളിക്കുന്നത് എനിക്കറിയില്ല, അവരുടെ ഒരു വീക്ഷണമാണ് കേട്ടോ, നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാര്യം നമ്മൾ ഈ 1 മണിക്കൂറത്തല്ലേ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അഖിൽ വന്നിട്ട് ഷിജിനെ സേവ് ചെയ്യുന്നു. ഷാമോനെ സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് റിയാസ് വന്നിട്ട് പ്രണവിനെ സേവ് ചെയ്യാണ്. ലാസ്റ്റ് ഷിബിനേനെ സേവ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വർഷ, നന്ദകിഷോർ, സ്റ്റിനിയ, ഷാനോ ഈ 4 പേരാണ് ഈ അവിടെ നിന്ന് ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ നിന്ന് ഔട്ടാകുന്നത്. അങ്ങനെ 28 പേരിലേക്ക് ചുരുങ്ങുകയാണ്. ഇത്രയാണ് നടന്നത്. അപ്പോൾ നമുക്കിനി ഓരോ ഘട്ടങ്ങളിലും നമുക്കിപ്പോൾ തോന്നാൻ പോണത്, നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെല്ലാം അയ്യോ നമുക്ക് നന്നായിട്ട് തോന്നിയ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഔട്ടായി പോകും. അയ്യോ ഇവരെക്കാട്ടി നല്ലത് ഇവരല്ലേ, ഇവരെ എങ്ങനെ ഔട്ടാക്കി കളഞ്ഞു, അത് ഫീൽ ചെയ്യും. സോ അങ്ങനെയാണ് എനിക്കും ഇപ്പോഴോട്ട് ഫീൽ ചെയ്യും. ചില ആൾക്കാരെയൊക്കെ അയ്യോ ഇവരെക്കാട്ടിയും എന്തായാലും മറ്റവർ ഔട്ടായ ആൾക്കാർ കൊള്ളായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സത്യമായിട്ടും എനിക്ക് ചിലവരെയൊക്കെ ഇപ്പം ഷിബിനെയൊക്കെ എനിക്ക് ഭയങ്കര പെർഫോമൻസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പ്രണവ് കുഴപ്പമില്ല, ജെറ്റി കുഴപ്പമില്ല, ഷിജിൻ കുഴപ്പമില്ലായിരുന്നു. സോനയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഈ 2 പേരുടെയാണ് ഭയങ്കര പെർഫോമൻസ് ആയിട്ട് തോന്നിയത്. അതിനെക്കാട്ടി പിന്നെയും എനിക്ക് സ്റ്റിനിയെയും നന്ദകിഷോറും പിന്നെയും എനിക്ക് കുഴപ്പമില്ല. ഷാനോയ്ക്കും ഒരു വ്യക്തിത്വം, ഒരു ഡിഫറെൻറ്റ് ഒരു പേഴ്സണാലിറ്റിയാണ് പുള്ളിക്കാരൻ ആയിരുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മളെക്കാട്ടിയും കൂടുതൽ ജഡ്ജസ് ആണല്ലോ അവിടെ ഇരുന്ന് കാണുന്നത്. കാത്തിരുന്ന് കാണാം ഇനി ആരൊക്കെ ഔട്ടാക്കാൻ പോകുന്നുള്ളത്. എന്തായാലും അവസാനത്തെ 10 പേരായിരിക്കും ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.